തീർക്കണമെന്നാണ് ഒരുപക്ഷെ നമ്മളോട് ആലോചിക്കാനല്ലാതെ സ്വാമിമാരെ വീടുകളിൽ പോകുന്നതിന് ഒരു ഇഷ്ടം ഉണ്ടാകും എന്നൊക്കെയുള്ള സന്ദേഹം ഇങ്ങനെ ഉയർന്നു വരികയും ഞങ്ങൾ ഈ പരിപാടി ഈ പ്രാവശ്യം ജനുവരി ഈ ഷോർട്ട് ടൈമിലേക്ക് നിശ്ചയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തിരക്കപ്പെട്ട് ചെയ്തതുകൊണ്ട് വളരെ കുറച്ച് സമയമേ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ചിന്തിക്കാൻ പറ്റും. സമാഗതമാവുകയാണ്. ഹിന്ദുപക്ഷത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വരുന്ന സമയങ്ങളിൽ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും, അവതരിപ്പിക്കും. അത്തരം കാര്യം നമ്മുടെ സ്വാമിക്ക് ചിദാനന്ദ സ്വാമിയെ സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത്തെ ലൈനസ് അശ്വതിവാൾ ഗൗരിഭായ് തമ്പുരാനെ സ്വാഗതം ചെയ്യുന്നു. ഫലവത്തായ രീതിയിൽ നടപ്പിലാക്കുന്നതിനുള്ള പിന്തുണയും എല്ലാവരിൽ നിന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. സ്വാഗത പ്രസംഗത്തിനായി ശ്രീ വി സുന്ദർകുമാർ, ജനറൽ കൺവീനർ, അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം. അടുത്തത് നമ്മുടെ ജനറൽ ഗായത്രിമാർ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് സെൻട്രൽ മഹേശ്വരി സരസ്വതി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് സ്വാമി അഭയാനന്ദ സ്വാമിയുടെ സ്വാഗതം ചെയ്യുന്നു. ചെങ്കൽ രാജശേഖരൻ നായരെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന പൂജനീയ ഗുരുതുല്യരായ സന്യാസികളെ, ഈ തിരുവനന്തപുരത്തിൻ്റെ പത്മനാഭദാസ, നമ്മളെല്ലാം പത്മനാഭദാസനൊക്കെ ആക്കി തീർത്ത ആരാധന കുടുംബത്തിലെ അശ്വതിനാൾ മുതൽ നമ്മളെ തിരുവനന്തപുരത്തിൻ്റെ റാണി ലക്ഷ്മിബായി എന്നൊക്കെ ഞാൻ കാണുന്ന ശ്രീ റാണി മോഹൻദാസ് ചേച്ചി സദസ്സിലും അതേപോലെ ഗുരുതുല്യരായിട്ടുള്ള ആൾക്കാരാണ് ഇന്നിവിടെ തിരുവനന്തപുരത്ത് കൂടിയിരിക്കുന്നത്. ഇത് 12ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ സ്വാമി തുടങ്ങി വെച്ചതായിട്ടുള്ള ചില കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. സത്യാനന്ദ സരസ്വതി എന്നത് ആർക്കും അറിഞ്ഞൂടാത്ത ഒരു വ്യക്തിയായിട്ടാണെന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ദാവൂദ് ഇബ്രാഹിം ആണെന്ന് കേട്ട ലോകത്തിലെ എല്ലാവരും കൊച്ചുകുട്ടികൾക്കൊക്കെ അറിയാം. കാരണം അവരെല്ലാം രാജ്യദ്രോഹത്തിനും ഹിന്ദു നാശത്തിനും ഗുണ്ടായിസവും കൊലയും ചെയ്ത് പെട്ടെന്ന് അവര് ഫേമസായി. ഒരു സ്വാമിയും ഒരു രാജഭരണവും ഒരു കുടുംബമൊക്കെ ഫേമസ് ആകുക എന്ന് പറയുമ്പം ആ ജീവിതം മൊത്തം ജീവിച്ചാൽ പോലും കിട്ടാത്ത സത്യാനന്ദ സരസ്വതി എന്നുള്ള ആ ഗുരു, അദ്ദേഹത്തിന് കുറെ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം കാരണമാണെന്ന് ശബരിമല ഉണ്ടെന്നും ശംഖുമുഖം ഉണ്ടെന്നും ഒക്കെ നമ്മൾ പറഞ്ഞാൽ അത് അനീതിയാണ്, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. കാരണം നമ്മളെ പഠിപ്പിക്കുന്നതൊക്കെ ഗണപതി മിത്താണെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം. നാശം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇന്ന് അവരുടെ നാശത്തിന്റെ ദിവസങ്ങളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുവിനെ ചൊറിയുക എന്ന് പറയുമ്പോൾ ഹിന്ദു ഉണർന്നാൽ
അതെന്താവും എന്നുള്ള ചരിത്രങ്ങൾ അറിയാം. അതിന്ന് ഇന്ത്യ കാണുകയാണ്. ശ്രീരാമ ക്ഷേത്രം അയോധ്യയിൽ വരുമ്പോൾ ലോകം അറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ധനികരായിട്ടുള്ള ഏതൊരു ടെമ്പിൾ എന്ന് കേട്ടാ ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിൾ. ശ്രീ പത്മനാഭന്റെ മണ്ണിൽ നിന്ന് പത്മനാഭദാസനായിട്ട് ജീവിക്കുവാനും ഈ പത്മനാഭന്റെ നാട്ടിലെ ആളാണെന്നൊക്കെ പറയുമ്പോഴുള്ള അഭിമാനവും നാം തിരിച്ചറിയുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. നാം തിരിച്ചറിയണമെങ്കിൽ നാം ഇന്ത്യ വിട്ട് കേരളം വിട്ടൊക്കെ വെളിയിൽ പോകണം. ഇന്ത്യക്കാരുടെ മഹത്വം എന്താണ്? കേരളത്തിന്റെ വെളിയിൽ പോകുമ്പം കേരളം കണ്ടുപോകുന്നതായിട്ടുള്ള ബാക്കി നോർത്ത് ഇന്ത്യ നമുക്ക് പറഞ്ഞു തരും നിങ്ങളെ കേരളം എന്താണെന്ന്. പക്ഷെ അതില്ലാതാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ വാസസ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് കേരളം. ഏവം ത്വത്പദപത്മയോരനുദിനം ന്യസ്താത്മനാം ആത്മനോപ്യുത്കർഷം നനു വാഞ്ചസി ത്വമധികം യത്സിന്ധുകന്യാപതേ തത്കാരുണ്യസുധാംബുധൗ ത്വൈപരേ സത്വൈകസാന്ദ്രേ സ്ഥിരാം ഭക്തിം ഭക്തജനപ്രിയാദ്യവിരത ശ്രീപത്മനാഭപ്രഭോ ശ്രീപത്മനാഭപ്രഭോ ശ്രീപത്മനാഭപ്രഭോ. സംപൂജ്യ സ്വാമിമാരെ, വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളെ, നിങ്ങളേവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അനന്തപുരി പത്മനാഭന്റെ മണ്ണ് എന്തെല്ലാം ചരിത്രത്തിനും സംഭവങ്ങൾക്കും സാക്ഷി നിന്നിട്ടുണ്ട്. 1741 വെള്ളക്കാര് ഡച്ച് നാവികസേന മലയാള നാട് പിടിച്ചടക്കാൻ അതിൻ്റെ സ്വാധീനം കോഴിക്കോട് നല്ലവണ്ണം സ്ഥാപിച്ചിട്ട് തിരുവിതാംകൂറിലേക്ക് വന്നപ്പോൾ പത്മനാഭൻ്റെ അനുഗ്രഹം കൊണ്ട് ആ പടയെ ആദ്യമായിട്ടാണ് ഏഷ്യയിൽ ഒരു വെള്ളക്കാരനെ, അതും ലോകത്തിലെ ഏറ്റവും ശക്തമായ മാരിടൈം പവർ തോപ്പിക്കുന്നത് നമ്മുടെ തിരുവിതാംകൂറിലെ മണ്ണ്. നമ്മുടെ കുതിരയെ അവൻ്റെ സ്വർണ്ണ കൊടിമരത്തിൽ കെട്ടുന്നത് നമുക്ക് കാണണം എന്ന് ആക്രോശിച്ച ടിപ്പു സുൽത്താൻ, അദ്ദേഹത്തിന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ മണ്ണിൽ കാലുകുത്താൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ആ മോഹങ്ങൾ വിട്ട് 3ാം മൈസൂർ യുദ്ധത്തിൽ തിരിച്ച് മൈസൂരിലേക്ക് പലായനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന കേട്ടുകൊണ്ട് കാർത്തിക തിരുനാൾ രാമവർമ്മ, പിന്നെ ധർമ്മരാജാവ് എന്ന വളരെ പ്രസിദ്ധനായ മഹാരാജാവ് തിരുമനസ് പറയുകയുണ്ടായി, സുൽത്താന് കുതിരയെ സ്വർണ്ണ കൊടിമരത്തിൽ കെട്ടുന്ന കാണണമെന്നാണല്ലോ ആഗ്രഹം. അപ്പം അതിന് കുതിരയും സുൽത്താനും ഇവിടെ വന്നല്ലേ പറ്റുള്ളൂ. 2 പേരുമാരെ എവിടെ കെട്ടണമെന്ന് അത് നടന്നില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഏതായാലും ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷി നിന്ന മണ്ണാണിത്. അതിനോടൊപ്പം മതസൗഹാർദ്ദത്തിന് ഒരുപാട് എക്സാമ്പിൾസ് ആകട്ടെ, പ്രശ്നകേന്ദ്രിതമല്ലാതിരിക്കട്ടെ. എന്നാൽ പരിഹാരം കണ്ടെത്താൻ യാഥാർത്ഥ്യ ബുദ്ധിയോടുകൂടി പ്രശ്നങ്ങളെ അപഗ്രഥിക്കാൻ നമുക്ക് കഴിയണം. ചിന്തിക്കുക. അങ്ങനെ കരുത്തുറ്റ വ്യക്തികളായി അനുഷ്ഠാനത്തിൻ്റെ ശാസ്ത്രബോധത്തിൻ്റെ കരുത്തോടുകൂടി
ഈ സമാജത്തിൽ നമുക്ക് ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ ഓരോന്നോരോന്നായി നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. സമാജം എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിലാണ്. ജനാധിപത്യ സമൂഹത്തിൽ നമ്മുടെ വോട്ടുകൾ തന്നെയാണ് പ്രധാനപ്പെട്ടത്. തെരഞ്ഞെടുക്കുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി വർത്തിക്കാൻ നമുക്ക് കഴിയണം. ആ തെരഞ്ഞെടുപ്പുകൾ നമുക്ക് പുതിയൊരു കേരളം വേണ്ട, ഒരു നവകേരളം വേണ്ട എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. നമുക്ക് നന്മയുടെ, മഹിമയുടെ ഒരു പ്രാചീന കേരള സ്മരണ നമ്മളിലുണ്ട്. അതെ, കേരളത്തെ പറ്റി പറയുമ്പോൾ പലരും പറയാറുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ. എന്ത് വകയിലാണെന്നറിയില്ല. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയാൻ തിരുവിതാംകൂറിന് മാത്രമേ അധികാരമുള്ളൂ, കേരളത്തിന് അധികാരമില്ല. കാരണം തിരുവിതാംകൂർ കൈയടിക്കല്ലേ, ആ സമയം കൂടി കേൾക്കുക. കൈയടിച്ചിട്ട് ഇവിടെ ആവേശം കൂടാൻ പോകണോ? ഒന്നുമില്ല, ആ സമയം കൂടി കേൾക്കുക. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയാൻ തിരുവിതാംകൂറിന് മാത്രമേ അധികാരമുള്ളൂ ലോകത്തിൽ. കാരണം ഇവിടെയാണ് രാജാവ് ഭഗവാന് രാജ്യം സമർപ്പിച്ചത്. രാജ്യം ദൈവത്തിൻ്റെതാണ്, ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്. ഈ തൃപ്പടിദാനം ചെയ്തതുകൊണ്ട് മാത്രമാണ് സ്വന്തം ദൈവത്തിൻ്റെ സ്വന്തം നാടാകുന്നത്. എങ്കിലും ആ തിരുവിതാംകൂറിൻ്റെ നാമത്തിൽ കേരളം മുഴുവൻ അഭിമാനിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ തന്നെ നിലനിർത്തിയാൽ മതി. നവ കേരളമൊന്നും വേണ്ട. നവ ആക്കാൻ നോക്കുന്നവർ എന്ത് പരിശ്രമം ചെയ്യണമെന്ന് യഥാസമയം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതിൻ്റെ ഉള്ളിൽ രണ്ട് വൃദ്ധന്മാർ പരസ്പരം സംസാരിക്കാൻ പോലും കഴിയില്ല. ഇങ്ങനെ അൺപ്രൊഡക്റ്റീവായിട്ടുള്ള നിക്ഷേപം, വലിയ വീടുകളൊന്നും നിർത്തുക, പകരം സമാജത്തിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്ന ബിസിനസ്സുകളിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക. പരസ്പര സഹകരണം വളർത്തിയെടുക്കുക. ഇനിയും വൈകിയാൽ പറഞ്ഞിട്ട് കാര്യമില്ല. മുമ്പ് എയർപോർട്ടിൻ്റെ സൈഡിലുള്ള റോഡൊക്കെ കടലെടുത്ത് നമ്മൾ കാണുന്നുണ്ട്. അതങ്ങ് പോയി കഴിഞ്ഞാലേ അറിയുള്ളൂ അടിയിൽ നിന്ന് മണ്ണ് പോയി കഴിഞ്ഞു. അതുപോലെ സാമൂഹിക ജീവിതത്തിൻ്റെ മുഴുവൻ അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലെന്ന് അടിക്കരുത്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും നിങ്ങൾ ഏത് പാർട്ടിയും ആയിക്കോളൂ, ഒരു വിരോധവും ഇല്ല. നിങ്ങളെല്ലാവരും BJP ആവണം, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കോൺഗ്രസ് ആവണം, നിങ്ങളെല്ലാവരും CPM ആവണം, നമ്മൾ പറയില്ല. ഏത് പാർട്ടിയും ആയിക്കോളൂ. പക്ഷേ ഹിന്ദു ധർമ്മത്തിൻ്റെ കാര്യത്തിന് വേണ്ടി, ഹിന്ദുവിൻ്റെ ആശയങ്ങളെ അപമാനിക്കാത്ത, തുല്യനീതി ഇവിടെ ഉറപ്പുവരുത്തുന്ന, ഇവിടെ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന വിപരീത വിവേചനം, റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കുന്ന അങ്ങനെയുള്ള ആശയങ്ങളെ മുന്നോട്ട് വയ്ക്കുന്നവർക്ക് എൻ്റെ വോട്ടുള്ളൂ എന്ന് പറയാനുള്ള ആർജവം നമുക്കുണ്ടായിരിക്കണം. ആ ആർജവം ഹിന്ദു സമാജത്തിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അങ്ങനെയാണ് മറ്റ് മത സംഘടനകൾ പ്രവർത്തിക്കുന്നത്. ഒരു മതത്തിൽ എത്ര വിഭാഗങ്ങൾ ഉണ്ടായാലും ശരി, അവർ തമ്മിൽ എത്ര തല്ലിയാലും ശരി, ഇലക്ഷന് മുമ്പായിട്ട് അവർ കൂടിയിരിക്കും. വിശേഷിച്ച് ക്രിസ്ത്യൻ സഭകൾ കൂടിയിരിക്കും, മുസ്ലിം വിഭാഗങ്ങൾ കൂടിയിരിക്കും. അവർ മറ്റു വിഷയങ്ങളിൽ തമ്മിൽ തല്ലുന്നവരാണ്. എങ്ങനെ ആരാധനയിൽ ഏത് വാക്യം ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് അവർ തമ്മിൽ തല്ലും. നമസ്കരിക്കുമ്പോൾ എത്ര പ്രാവശ്യം കുനിയണം എന്നുള്ളതിനെ കുറിച്ച് അവർ തമ്മിൽ തല്ലും. പക്ഷേ സാമാജിക വിഷയത്തിൽ അവർ ഒറ്റക്കെട്ടായി ഇലക്ഷന് മുമ്പായി കൂടിയിരിക്കുകയും ചർച്ച ചെയ്യുകയും ആ ചർച്ച ചെയ്ത തീരുമാനങ്ങൾ സമാജത്തെ അറിയിക്കുകയും ചെയ്യും. സമാജം അത് അനുവർത്തിക്കും. അതുകൊണ്ട് ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും അതിനനുസരിച്ചാണ് സ്ഥാനാർത്ഥികളെ വെക്കുക, അതിനനുസരിച്ചാണ് വോട്ടുകൾ സ്വരൂപിക്കുക. ഇവിടെ നായരാവും, ഈഴവരാവും, അപ്പുറത്ത് വേറെ ജാതിയാവും. നായരാണിച്ച അതിൽ തന്നെ ക്യാരക്ടർ വ്യത്യാസം 24, 22, 20, 18, 16 അങ്ങനെ പോകും. ഈഴവരാണെങ്കിൽ അതിൽ വ്യത്യാസം ഈഴവരും തീയലും. ഇങ്ങനെ ജാതി പറഞ്ഞ് തല്ലി, ജാതി ഇല്ലാന്നോ ജാതി വേണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഏത് സമുദായമാണെന്ന് അഭിമാനിച്ചോളൂ. പക്ഷെ
ഇത് പത്മനാഭനായിട്ട് എന്ത് ബന്ധമുള്ളത്? മൊത്തം പത്മനാഭന്റെ, അത് സംഭവിച്ചു. ഭഗവാന്റെ ആണല്ലോ ത്രിഭുവനം മുഴുവൻ. ത്രിഭുവന സ്വാമിയല്ലേ പത്മനാഭൻ. അതിൽ കവിഞ്ഞ് ഇവിടെ എന്താ അധികാരം? ഈ ഹിന്ദു സമ്മേളനത്തിന് ഇതിന് കോർപ്പറേഷൻ എത്ര രൂപ അടച്ചിട്ടുണ്ടാവും? ഇത് പറയാൻ കോർപ്പറേഷന് കഴിയില്ല. എല്ലാം പൈസ അടച്ച് ബുക്ക് ചെയ്താൽ പോലും വേറെ പരിപാടി ചില പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ, വെച്ച് കഴിഞ്ഞാൽ ഇത് റദ്ദാവില്ലേ? ഇതെന്തിനു പറഞ്ഞു വെച്ചാൽ ഈ പുത്തരിക്കണ്ടം മൈതാനത്തിൽ അവകാശവാദം ഉന്നയിക്കാനല്ല പറഞ്ഞത്. എങ്ങനെയാണ് മാറി വരുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വേണ്ടതായ ജാഗ്രത പുലർത്തേണ്ടവർ പുലർത്താതിരുന്നാൽ ഒന്നൊന്നായി നമുക്ക് നഷ്ടമാവുക എന്നുള്ളത് മാത്രം സൂചിപ്പിക്കാനാണ് പറഞ്ഞത്. ഇപ്പൊ ഈ സമ്മേളനത്തിന് എത്ര വാടക കൊടുത്തു ചിദാനന്ദ സ്വാമിക്ക് അറിയില്ല, ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒന്ന് ഉറപ്പാണ്, എന്തായാലും അതിന്റെ പേരിൽ വിലപേശൽ നടന്നിട്ടുണ്ടാവും. ഇത്ര സ്ഥലത്തിന് ഇത്ര എന്നുള്ളത് നടന്നിട്ടുണ്ടാവും. അത് പത്മനാഭസ്വാമിയായിട്ട് അല്ല നടന്നിട്ടുണ്ടാവുക, ഉറപ്പാണ്. എങ്ങനെയാണ് നമ്മുടെ ഓരോ സങ്കേതവും സങ്കല്പവും അന്യമായി പോകുന്നത്? ജാഗ്രതയോടുകൂടി നമ്മൾ വർത്തിക്കാതിരുന്നാൽ. ഇന്ന് നമ്മൾ ക്ഷേത്രങ്ങളെല്ലാം സർക്കാർ പിടിച്ചടക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ ആരംഭം മാത്രം സൂചിപ്പിച്ച് ഈ വാക്ക് ഉപസംഹരിക്കാം. അപ്പൊ മുന്നിലേക്ക് വരൂ, ആദ്യം പറഞ്ഞ വാക്കിലേക്ക് അതിനെ ഘടിപ്പിക്കാൻ സാധിക്കും. ബ്രിട്ടീഷ് ഗവൺമെന്റ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് കൊണ്ടുവന്നു. എല്ലാ മതസ്ഥാപനങ്ങളും ആ ആക്ടിന്റെ കീഴിലാക്കി. ചരിത്രം ഓർമ്മിക്കുക, ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും ഒറ്റക്കെട്ടായി എതിർത്തു. ഒറ്റക്കെട്ടായിട്ട് ആ എതിർപ്പിൽ ആർച്ച് ബിഷപ്പ് എഡൻബറിയുടേത് വന്നു, മാർപ്പാപ്പയുടേത് വന്നു. മുസ്ലിം സഭയിലെ എല്ലാ മേലധികാരികളുടെയും പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും വന്നു. എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷ് ഗവൺമെന്റ് ആക്ട് റിപ്പീൽ ചെയ്തു, പിൻവലിച്ചു. തൽസ്ഥാനത്ത് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് കൊണ്ടുവന്നു. ആദ്യം റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് ആയിരുന്നു കൊണ്ടുവന്നിരുന്നത് മദ്രാസ് പ്രോവിൻസിൽ, മറക്കരുത്. ഒറ്റക്കെട്ടായ ശബ്ദമുയർത്തിയപ്പോൾ, ഒറ്റക്കെട്ടായി ശക്തി കാണിച്ചപ്പോൾ അവിടെ പിന്തിരിഞ്ഞു. ഹിന്ദു, അന്ന് നമുക്ക് ഒരുപാട് ആചാര്യന്മാരുണ്ടായിരുന്നു, എത്രയോ സന്യാസി ശ്രേഷ്ഠന്മാരും നമ്മുടെ ആചാര്യ ശ്രേഷ്ഠന്മാരും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ശബ്ദവും അതിനെതിരായിട്ട് ഉയർത്തിയില്ല. എന്ത് സംഭവിച്ചു? ഒന്നൊന്നായി നമ്മുടെ ആരാധനാ സ്ഥാപനങ്ങൾ സർക്കാർ നിയന്ത്രണത്തിലായി. അതിന്നും തുടരുന്നു. ഈ പാഠം എങ്ങനെങ്കിലും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ എല്ലാ കാലവും പ്രശ്ന കേന്ദ്രിതമായി സംസാരിക്കേണ്ടി വരില്ല. നമുക്ക് പരിഹാര കേന്ദ്രിതമായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. നൂറ്റാണ്ടുകൾ 5-ലേറെ ഹൈന്ദവ ചേതനയ്ക്കും രാഷ്ട്രത്തിൻ്റെ സ്വത്വത്തിനും വലിയ മുറിവേൽപ്പിച്ചുകൊണ്ട് നിലനിന്ന മുറിപ്പാടുകൾ ഉണങ്ങുന്ന കാലമാണിത്. ഈ ജനുവരി 22-ാം തീയതി അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് മതാധിഷ്ഠിത അധിനിവേശ ശക്തി നമ്മളിൽ ഏൽപ്പിച്ച വലിയ മുറിവുണങ്ങൾ നടക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഈ ധാർമ്മിക വീര്യത്തിൻ്റെ പുനരുജ്ജീവനത്തിൻ്റെ പ്രതിഷ്ഠാ സന്ദർഭത്തിൽ കേരളം അതിൽ നിന്ന് അകന്ന്, അതിൽ നിന്ന് ഭിന്നമായൊരു പാതയിൽ ഇനിയും അധപ്പതിച്ചാൽ, വിഗതിയിലൂടെ സഞ്ചരിച്ചാൽ നാളെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെടും. ഓർമ്മിക്കുക എന്ന് മാത്രം പറഞ്ഞ് ഏത് സമുദായമോ ആകട്ടെ, ഞാൻ ഹിന്ദുവാണെന്ന ആ അഭിമാനത്തോടുകൂടി, ഭാരതത്തിൻ്റെ സ്വത്വത്തെ ഉയർത്തി കാണിക്കുന്ന ഭാവത്തോടുകൂടി ഒത്തൊരുമിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഏത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരായ, അതുപോലെ വ്യവസായത്തിലൂടെ കൂടുതൽ കൂടുതൽ സാമ്പത്തികമായി ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കട്ടെ. അത് സാധനം വാങ്ങുന്ന വിഷയങ്ങളിലും വേണം. ഇന്ന് വളരെ എളുപ്പമാണ്. ഒരു കൊച്ചു കടയിൽ പോയിട്ട് സാധനം വാങ്ങുകയാണെങ്കിലും ആ കടയുടെ മുമ്പിൽ വളരെ വിശാലമായിട്ട് ദേവതകളുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ അടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പൈസയൊക്കെ എങ്ങോട്ടാണ് പോകണത്. കുറച്ചതൊക്കെ ഒന്ന് മനസ്സിലാക്കി വാങ്ങാനും വിൽക്കാനും ഒക്കെ ഉള്ളൊരു മനോഭാവം വളർത്തിയാൽ
ഇന്നത്തെ ടെക്നോളജിയുടെ വികാസം കൊണ്ട് അതൊക്കെ നമുക്ക് സാധിക്കും. നല്ലതാണെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ച് മറ്റാരെയും ആക്രമിക്കാനല്ല, മറ്റാരെയും ഉപദ്രവിക്കാനല്ല, നമ്മെ സ്വയം രക്ഷിക്കാൻ. മനു പറഞ്ഞിട്ടുണ്ട്, ഒരു ഒരാൾ കൃഷി ഇറക്കിയെടുത്ത് മറ്റൊരാളുടെ ആടോ മാടോ വന്നത് നശിപ്പിച്ചാൽ രാജാവിൻ്റെ കർത്തവ്യമാണ് ആ ആടുമാടിൻ്റെ ഉടമസ്ഥന് പിഴ. ഓരോ വർഷം ഞാൻ തീരുമാനിക്കും ഇതിലും മെച്ചമായിട്ട് ഇതിലും ലഭ്യന്മാരായ അതിഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിലും വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഇതിലും വളരെ ഫലം ഉണ്ടാകുന്ന വിഭാവനം ചെയ്തുകൊണ്ട് പരിപാടി നടത്താം എന്ന് വിചാരിക്കും. ഇത്തവണ തീർച്ചയായും പ്ലാൻ ചെയ്തതാണ്. അപ്പോഴാണ് നമുക്ക് ചെറിയൊരു ചർച്ച ചെയ്ത് ഇതിലും വളരെ ഫലം ഉണ്ടാകുന്ന വിഭാവനം ചെയ്തുകൊണ്ട് പരിപാടി നടത്താം എന്ന് വിചാരിക്കും. ഇത്തവണ തീർച്ചയായും പ്ലാൻ ചെയ്തതാണ്. അപ്പോഴാണ് നമുക്ക് ഓരോ വർഷം ഞാൻ തീരുമാനിക്കും ഇതിലും മെച്ചമായിട്ട് ഇതിലും ലഭ്യന്മാരായ